ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ വീണ്ടും കോഓർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ തന്നെ എത്തപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ സ്നേഹപൂർവ്വം കോഓർഡിനേഷൻ കോമ്പൗണ്ടുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നമുക്ക് കഴിഞ്ഞ ദിവസം വളരെ പരിമിതികളുള്ള വാലൻസ് ബോണ്ട് തിയറിയെക്കുറിച്ച് നമ്മൾ കണ്ടു. ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ഏതാനും മോളിക്യൂളുകളുടെ ജോമെട്രിയും ഹൈബ്രിഡൈസേഷനും സ്പിന്നും മാഗ്നറ്റിക് പ്രോപ്പർട്ടിയും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ഇന്നർ ആൻഡ് ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സുകൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമ്മളൊരു പുത്തൻ തിയറിയിലേക്ക് വരികയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്, CFT, മറ്റത് VBT, വാലൻസ് ബോണ്ട് തിയറി. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഓഫ് കോഓർഡിനേഷൻ കോമ്പൗണ്ട്. ഈ തിയറിയുടെ പ്രധാനപ്പെട്ട ആർഗ്യുമെൻറ്റ്സ് പുസ്തകത്തിൽ ഒരു പാരഗ്രാഫായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതി, അതിൽ നിന്ന് ഏതാനും പോയിൻറ്റ്സ് നമ്മൾ എഴുതുകയാണ്. ഇതിങ്ങനെ ഓർത്തിരിക്കണം. ദിസ് തിയറി കൺസിഡേഴ്സ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ടു ബി അയോണിക്. അതായത് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉടനീളം പഠിക്കുന്നത് കോഓർഡിനേറ്റ് ബോണ്ടാണ്. കോഓർഡിനേറ്റ് ബോണ്ടിനെ കുറിച്ച് ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നില്ല. പണ്ടിത് പഠിപ്പിക്കുമ്പോൾ ഒരു സെൻറ്റൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു: ഇറ്റ് ഈസ് ആൻ എക്സ്ട്രീം കേസ് ഓഫ് കോവാലൻസി ഇൻ വിച്ച് ബോത്ത് ദ ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ വൺ ആൻഡ് ദ സെയിം ആറ്റം. അതായത് ഷെയറിങ് ഓഫ് ഇലക്ട്രോണിൻ്റെ ഒരു പരമകാഷ്ഠ, അതായത് ഷെയറിങ് ഓഫ് ഇലക്ട്രോൺ ആണ്, അത് രണ്ടും ഒരാൾ തന്നെ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോവാലൻസി ആണ് എന്ന രീതിയിലാണ്, ഒരു കോവാലൻ്റ് ബോണ്ടായിട്ടാണ് കോഓർഡിനേറ്റ് ബോണ്ടിനെ പരിഗണിച്ചിരുന്നത്. എന്നാൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുന്നു ഇത് കോവാലൻറ്റിനേക്കാൾ, ഞാൻ പറഞ്ഞത് വളരെ എക്സ്പ്ലോസീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ഒരു കണ്ടെത്തലാണ്. നാളിതുവരെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റിനെ അത് മാറ്റിമറിച്ചു. കോവാലൻ്റ് നേച്ചർ ഉണ്ടായിരുന്ന കോഓർഡിനേറ്റ് ബോണ്ടിനെ കുറിച്ച് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പറയുകയാണ് കോഓർഡിനേറ്റ് ബോണ്ട് ഈസ് മോർ അയോണിക് ദാൻ കോവാലന്റ്. അത് ഒന്നാമത്തെ പോയിന്റ്. ദിസ് തിയറി കൺസിഡർ കോഓർഡിനേറ്റ് ബോണ്ട് ആസ് അയോണിക്. മെറ്റൽ ലിഗാൻഡ് ബോണ്ട് അയോണിക്. രണ്ട്, ലിഗാൻഡ്സ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ് ചാർജസ്. എന്താ ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞു ലിഗാൻഡ് ആകാനുള്ള കണ്ടീഷൻ എന്താണ്? ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് ചാർജ് അല്ലേ? അപ്പോൾ നെഗറ്റീവ് പോയിൻ്റുള്ള ഒരു ധ്രുവം, ഒരു ചാർജുള്ള ഗ്രൂപ്പായിട്ടാണ് ലിഗാൻഡിനെ പരിഗണിക്കുന്നത്. ലിഗാൻഡ്സ് ആർ കൺസിഡേർഡ് ആസ് പോയിന്റ് ചാർജസ് ആൻഡ് ദെയർ ഇൻറ്ററാക്ഷൻ വിത്ത് മെറ്റൽ ആസ് ഇലക്ട്രോസ്റ്റാറ്റിക്. മെറ്റൽ ഇലക്ട്രോ പോസിറ്റീവും ലിഗാൻഡ് വരുന്നത് ഇലക്ട്രോണുമായിട്ടാണ്. അപ്പം പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ, അതാണ് അയണിക് എന്ന് പറയാൻ കാരണം. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴിയാണ് ബോണ്ട് ഉണ്ടാക്കുന്നത് എന്നതിലേക്കാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എത്തിക്കണേ. ഭയങ്കര രസമാണ്. മൂന്ന്, ഓൺ ദി അപ്രോച്ച് ഓഫ് ദ ലിഗാൻഡ്സ്. ലിഗാൻഡ് മെറ്റലിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ദ ഡി ഓർബിറ്റൽസ് ലൂസ് ദെയർ ഡീജനറസി. മക്കളെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു വെച്ച ഒരു കാര്യമുണ്ട്. ഇപ്പോൾ 3D എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡീജനറസി എത്രയാണ്? 5. എന്താ ഡീജനറസി എന്ന വാക്കിൻ്റെ അർത്ഥം? ഓഫ് ദ സെയിം എനർജി. 3Dക്ക് 5 ഓർബിറ്റിൽ നമ്മൾ പഠിച്ചു. നന്നായിട്ട് ഓർക്കുന്നുണ്ടോ? ഡി ഓർബിറ്റിൻ്റെ ഷേപ്പ് അടക്കം നമ്മൾ പഠിച്ചതാണ്. 5 എണ്ണത്തിൽ 2 എണ്ണം സ്ക്വയേർഡ്, dx²y², dx²y². അത് രണ്ടും നമ്മൾ ഇതിലേ വരയ്ക്കണേ, ആക്സിസിൽ കൂടിയും. 3 എണ്ണം dxy, dxz, dyz. അത് ബിറ്റ്വീൻ ദി ആക്സിസ് നമ്മൾ വരച്ചു. ഓർക്കുന്നുണ്ടോ? ഈ 5 എണ്ണത്തിൻ്റെയും നമ്മൾ വരയ്ക്കുമ്പം ഒന്നിച്ചല്ലേ വരയ്ക്കണേ. ഇതിൻ്റെ അർത്ഥം എന്നാ? ഈ 5 ഡി ഓർബിറ്റലിൻ്റെ എനർജി 1. പക്ഷേ ഈ തിയറി ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തിയറിയാണ്. ഓൺ ദി അപ്രോച്ച് ഓഫ് ദ ലിഗാൻഡ്. ലിഗാൻഡുകളെ കാണുമ്പോഴത്തേക്കും ഡി ഓർബിറ്റൽസ് ലൂസ് ദെയർ ഡീജനറസി. മെറ്റലിന് ഒരു ഇളക്കം, നമ്മൾ പറയല്ലേ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു ഇളക്കം, ഓപ്പോസിറ്റ് ചാർജിനെ കാണുമ്പോഴുള്ള ഇളക്കം. ഓൺ ദ അപ്രോച്ച് ഓഫ് ദ ലിഗാൻഡ്സ് ദ ഡി ഓർബിറ്റൽസ് ലൂസ് ദെയർ ഡീജനറസി. ആ ഒരേ എനർജി ഉള്ളതൊക്കെ അങ്ങോട്ട് മാറും. അത് 2 ഗ്രൂപ്പായിട്ട് തിരിയും. ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റഡ് ബൈ ദ ലിഗാൻഡ്സ്. ലിഗാൻഡ് വരുമ്പോൾ അത് നെഗറ്റീവ് ചാർജുമായിട്ട് വരുമ്പോൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ദ 5D ഓർബിറ്റൽസ് വിൽ സ്പ്ലിറ്റ് അപ്പ് ഇൻ ടു ഓർബിറ്റൽസ് ഓഫ് ഡിഫറൻറ്റ് എനർജീസ്. ശ്രദ്ധിച്ചേ,
രണ്ട് ഗ്രൂപ്പാകും. ഏതൊക്കെയാണ് രണ്ട് ഗ്രൂപ്പ്? സ്ക്വയേർഡ് ആയത് ആക്സിസിൽ കൂടെ ഉള്ളത് ഒരു ഗ്രൂപ്പും ബിറ്റ്വീൻ ദി ആക്സിസ് ഉള്ളത് മറ്റൊരു ഗ്രൂപ്പും. മൂന്നും രണ്ടുമായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയും. ആരെ കാണുമ്പം? ലിഗാൻഡിങ് വരുമ്പം. അടുത്തത്, ദ സ്പ്ലിറ്റിംഗ് ഈസ് ഡിഫറൻറ്റ് ഇൻ ഡിഫറൻറ്റ് ജോമെട്രി. ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ സ്പ്ലിറ്റിംഗ് പോലെ ആയിരിക്കുകയല്ല ടെട്രാഹെഡ്രൽ ഫീൽഡിലെ എന്നർത്ഥം. അടുത്തത്, ദ സ്പ്ലിറ്റിംഗ് ഓഫ് ദ ഡീജനറേറ്റ് ഡി ഓർബിറ്റൽസ് ഓഫ് ദ മെറ്റൽ അയൺ ഇൻറ്റു ഡിഫറൻറ്റ് സെറ്റ്സ് ഓഫ് എനർജി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ലിഗാൻഡ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അതൊന്ന് മാർക്ക് ചെയ്യണം. ചിലപ്പോൾ ചോദിക്കാം, വാട്ട് ഈസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്? ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ പ്രധാന ആർഗ്യുമെൻ്റാണ് എന്ത്? ലിഗാൻഡിൻ്റെ ഇൻഫ്ലുവൻസിൽ 5 ഡി ഓർബിറ്റലുകളുടെ ഡീജനറസി രണ്ട് ഗ്രൂപ്പായി സ്പ്ലിറ്റ് ചെയ്യുന്ന ആ രീതിക്ക് പറഞ്ഞ പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. അതിൻ്റെ എല്ലാ ആർഗ്യുമെൻറ്റ്സും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഒരു നട്ട്ഷെൽ. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. നമുക്ക് രണ്ട് ഫീൽഡിൽ ഇത് പഠിക്കാനുണ്ട്. ഒന്ന് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലും മറ്റൊന്ന് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലും. ആദ്യത്തേത് ഇന്ന് നമുക്ക് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് നോക്കാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് വിത്ത് 6 ലിഗാൻഡ്സ്, അതായത് കോർഡിനേഷൻ നമ്പർ 6 ആയിരിക്കും. ആസ് ദ ലിഗാൻഡ്സ് അപ്രോച്ച് ദെയർ വിൽ ബി ആൻ ഇൻക്രീസ് ഇൻ എനർജി ഫോർ ഓൾ ദ ഡി ഓർബിറ്റൽസ്. പറഞ്ഞതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 6 ലിഗാൻഡുകൾ ഇതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഡി ഓർബിറ്റലുകളുടെ 5 ഡി ഓർബിറ്റലുകളുടെയും എനർജി റേസ് ചെയ്യും. അത് വരയ്ക്കാൻ അറിയണം. നിങ്ങൾ ഈ ഫിഗറിലേക്ക് നോക്കുക. നിങ്ങളുടെ പുസ്തകത്തിലെ ഫിഗർ നോക്കണം. മനസ്സിലാക്കാൻ വേണ്ടി അത് ചുരുക്കി ഇങ്ങനെ വരച്ചേക്കുന്നതാണ്. ഇതാണ് എനർജി. മുകളിലോട്ട് പോകുമ്പോൾ എനർജി കൂടുന്നു. ഇതാണ് 5 ഓർബിറ്റലുകൾ. ഒരേ എനർജിയുള്ള, മുകളിൽ നല്ല അർത്ഥം കേട്ടോ, ഒരേ എനർജി ലെവലുള്ള 5 ഡി ഓർബിറ്റൽ. ലിഗാൻഡ് വരുമ്പോൾ ഈ 5ൻ്റെയും എനർജി ആദ്യം കൂടും. പിടികിട്ടിയോ? ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ ലിഗാൻഡ്സ് വരുന്നത് ഏതാണ്ട് ആക്സിസിൻ്റെ അടുത്തുകൂടിയാണ് വരുന്നത്. ഒന്നുകൂടെ പറയാം. ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ ലിഗാൻഡ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ അടുത്തോട്ട് വരുന്നത് ഏതിലൂടെയാണ്? ആക്സിസിൽ കൂടി എന്നതിനേക്കാൾ ആക്സിസിനോട് ഉരുമിയാണ് വരുന്നത്. നിങ്ങളൊരു വാക്ക് വേണം, നിയറർ ത്രൂ ദി ആക്സിസ്. ചില പുസ്തകങ്ങളിൽ അങ്ങനെ നിയറർ ത്രൂ ദി ആക്സിസ്, ആക്സിസിൻ്റെ ഓരത്തുകൂടി, വരമ്പത്തുകൂടിയാണ് വരുന്നത്. അപ്പോൾ ആക്സിസിൽ കൂടി വരുന്നത് പോലെയാണ്. അപ്പോൾ ആരുടെ എനർജി ആയിരിക്കും കൂടുന്നത്? ആക്സിസിൽ കിടക്കുന്നത്. ആരാ ആക്സിസിൽ കിടക്കുന്നത്? 5 എണ്ണത്തിൽ 2 എണ്ണം ആക്സിസിലാണ്. ഏതൊക്കെ? dx² y² dz². ഈ ആക്സിസിൽ കിടക്കുന്നവരുടെ എനർജി ഭയങ്കരമായിട്ട് കൂടും. അതായത് ആദ്യം 5ൻ്റെ എനർജി ഒന്ന് കൂടി. ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ ലിഗാൻഡ് ആക്സിസിൽ കൂടി എന്നങ്ങ് ഓർത്തോ. ആക്സിസിന് അടുത്ത് കൂടി വരുന്നത് കൊണ്ട് ആ ആക്സിസിൽ കിടക്കുന്ന 2 എണ്ണത്തിൻ്റെ സ്ക്വയേർഡായ 2 എണ്ണത്തിൻ്റെ എനർജി കൂടുകയും നോൺ സ്ക്വയേർഡായ 3 എണ്ണത്തിൻ്റെ എനർജി, ഇത് 3 വരെയാണ്, അത് താഴുകയും ചെയ്യും, എനർജി കുറയുകയും ചെയ്യും. അതാണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. ഇനി ആ പോയിന്റിലേക്ക് നോക്കാം. ദി ഒക്ടാഹെഡ്രൽ ഫീൽഡ് എന്ന് വായിച്ച് നോക്കിക്കേ. ദ ലിഗാൻഡ്സ് അപ്രോച്ച് ദ മെറ്റൽ നിയറർ ടു ദി ആക്സിസ്. ദ 2 ഓർബിറ്റൽസ് ലൈയിങ് ഓൺ ദി ആക്സിസ് ആർ റേസ്ഡ് ഇൻ എനർജി. ആക്സിസിൽ കിടക്കുന്ന 2 എണ്ണം ഏതൊക്കെയാണ്? dz² dx² y². ഞാൻ ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ദീസ് 2 ഓർബിറ്റൽസ് ആർ ഡെസിഗ്നേറ്റഡ് ആസ് EG ഓർബിറ്റൽസ്. ഈ EG T2G എന്ത് എന്നൊന്നും നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ. ഇത് സ്പെക്ട്രോ കെമിസ്ട്രിയാണ്. അത് ഹയർ ലെവൽ കെമിസ്ട്രിയാണ്. ഈ സ്പെക്ട്രോ കെമിസ്ട്രി അവരുപയോഗിക്കുന്ന 2 നൊട്ടേഷൻസാണ് ഈ EGയും T2G ഒക്കെ. അപ്പം EG ഫോർ ദ ടൈം ബീയിങ് EG 2 എണ്ണം ഓർത്തിരിക്കുക. EG നോൺ സ്ക്വയേർഡിനെ T2G എന്ന് വിളിക്കുന്നത്. അപ്പം നോക്കിക്കേ, 2 ഓർബിറ്റൽ. അപ്പം ലിഗാൻഡ്സ് വരുമ്പോൾ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ സ്ക്വയേർഡായ 2 എണ്ണം അവരെ എങ്ങനെയാണ് വിളിക്കണേ? EG ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്ന ആ സ്ക്വയേർഡായ 2 എണ്ണത്തിൻ്റെ എനർജി കൂടുകയും നോൺ സ്ക്വയേർഡായ 3 എണ്ണം എങ്ങനെയാണ് വിളിക്കുന്നത്? T2G എന്നറിയപ്പെടുന്ന ആ 3 എണ്ണത്തിൻ്റെ എനർജി കുറയുകയും ചെയ്യും. ദേ ആർ ലോവേഡ് ഇൻ എനർജി. ദി എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ ദ 2 സെറ്റ്സ് ഓഫ് ഓർബിറ്റൽ ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. നമ്മൾ ആദ്യമേ പറഞ്ഞായിരുന്നു, ഡീജനറസി തകർന്ന് 2 ഗ്രൂപ്പായി തിരിയും. ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡിനോട്ടഡ് ആസ് ഡെൽറ്റ O. 0 അല്ല, അത് O ആണ് കേട്ടോ. O ഇതിൻ്റെ അർത്ഥം എന്താ? ഒക്ടാഹെഡ്രൽ ഫീൽഡ് എന്നർത്ഥം. ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ ക്രിസ്റ്റൽ ഫീൽഡ് എനർജിയാണിത്.
T2Gക്കും EGക്കും ഇടയിലുള്ള ഈ ഗ്യാപ്പിന് പറഞ്ഞ പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ ഒ. ഇവിടെ ഡി ഓർബിറ്റൽ സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ് വരയ്ക്കാൻ തന്നെ ചില ചോദിക്കുന്നുണ്ട്. സ്കെച്ച് ദ ഡി ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടാഹെഡ്രൽ എന്നൊക്കെ തന്നെ ചോദിക്കാറുണ്ട്. ഇത് വരച്ച് പഠിക്കണം. അപ്പോൾ ആ തിയറിയാണ് ഒക്ടാഹെഡ്രൽ ഫീൽഡ്. കാര്യം പഠിക്കേണ്ടിയില്ലോ. ഒന്നുകൂടെ പറയാം. ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ ലിഗാൻഡ് വരുമ്പോൾ 5 ഡി ഓർബിറ്റലിൻ്റെ എനർജി ആദ്യം കൂടും. ലിഗാൻഡ് ആക്സിസിന് അടുത്തുകൂടി ആയതുകൊണ്ട് ആക്സിസിൽ കിടക്കുന്ന 2 സ്ക്വയേർഡ് ഡി ഓർബിറ്റൽസ്, അവയെ വിളിക്കുന്നത് EG ഓർബിറ്റൽസ് എന്നാണ്. അതിൻ്റെ എനർജി കൂടുകയും നോൺ സ്ക്വയർഡ് ആയ 3 എണ്ണത്തിൻ്റെ എനർജി വിളിക്കുന്നത് T2G കുറയുകയും ചെയ്യും. എനർജി ഗ്യാപ്പ് ബിറ്റ്വീൻ EG ആൻഡ് T2G ഈസ് നോൺ ആസ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി. ഒക്ടാഹെഡ്രൽ ഫീൽഡ് ആയതുകൊണ്ട് ഡെൽറ്റ ഒ എന്ന് വിളിക്കും. വേറൊരു കാര്യം ഓർത്തിരിക്കുക എന്നുള്ളത്, നോക്കിക്കേ, ദി എനർജി ഓഫ് ദ 2 EG ഓർബിറ്റൽസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 3/5 ഡെൽറ്റ ഒ. 3/5, അതായത് 5, 6, 30, 0.6 എന്ന് പറയാം. 0.6 അല്ലേ, 3/5, 0.6 ഡെൽറ്റ ഒ ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇതോ എത്രയാണ്? 5, 2/5 എന്ന് പറഞ്ഞാൽ 0.4 അല്ലേ, 4, 5, 20, 0.4 ഡെൽറ്റ ഒ എന്ന് വേണേൽ എഴുതാം. ഞാൻ നോട്ടിൽ തന്നേക്കാം. 0.4 ഇത് ഓർത്തിരിക്കണം കേട്ടോ. ദ എനർജി ഓഫ് ദ 2 EG ഓർബിറ്റൽസ് വിൽ ബി ഇൻക്രീസ്ഡ് ബൈ 3/5 ഡെൽറ്റ ഒ ആൻഡ് ദ എനർജി ഓഫ് 2TG വിൽ ബി ഡിക്രീസ്ഡ് ബൈ 2/5 ഡെൽറ്റ ഒ. അത് അറിഞ്ഞിരിക്കണം. ചില കുഞ്ഞു ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ഉപയോഗിച്ച് ചോദിക്കാം. അപ്പോൾ ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ആൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ്. ശ്രദ്ധയോടെ വരച്ച് അതിൻ്റെ തിയറിയും പഠിക്കണം. ഇനി നമ്മൾ വാലൻസ് ബോണ്ട് തിയറി എടുത്തപ്പോൾ ലിഗാൻഡുകളെ സ്ട്രോങ് എന്നും വീക്ക് എന്നൊക്കെ ഞാൻ എടുത്തത് ഇതിൽ നിന്നാണ്. ചിലപ്പോൾ ഒരു 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് ചോദിക്കാം, സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണ്? സ്പെക്ട്രോ കെമിക്കൽ ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലിഗാൻഡുകളുടെ ഫീൽഡ് സ്ട്രെങ്ത്, അത് സെൻട്രൽ മെറ്റൽ ആറ്റത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഉണ്ടാക്കുന്ന ഫീൽഡുണ്ട്. ഈ ഫീൽഡ് സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തിരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൻ്റെ അത്രയും ഹയർ ലെവലിലേക്ക് നിങ്ങൾ പോകുന്നില്ല. ലിഗാൻഡുകളുടെ സ്ട്രെങ്ത് അനുസരിച്ച് സ്പെക്ട്രോ കെമിസ്ട്രി തിരിച്ചേക്കുന്ന ഒരു സീരീസാണ്. ഈ സീരീസിൻ്റെ പേരാണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. ഓൺ ദ ബേസിസ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഈ ലിഗാൻഡാണ് എന്തോരം സ്പ്ലിറ്റിംഗ് ഡെൽറ്റ ഒ നിർണ്ണയിക്കുന്നതിലെ പ്രധാന കണ്ണി ലിഗാൻഡിൻ്റെ സ്ട്രെങ്താണ്. അപ്പം ലിഗാൻഡ് ഈ ഡെൽറ്റ ഒയുടെ മാഗ്നിറ്റ്യൂഡിൻ്റെ റേഞ്ച് അനുസരിച്ച് ദേ ആർ അറേഞ്ച്ഡ് ഇൻ എ സീരീസ്. ലിഗാൻഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എ സീരീസ് അക്കോർഡിംഗ് ടു ദെയർ ഫീൽഡ് സ്ട്രെങ്ത്. ദിസ് സീരീസ് ഈസ് കോൾഡ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്. ഒരു ഡെഫിനേഷൻ. ഇനി ഇതിൽ എല്ലാം ഇല്ലെങ്കിലും കുറച്ചെങ്കിലും അറിയണം. ചോദിച്ചാൽ ഈ ഒരു 1-2 എക്സാമ്പിൾ നോക്കി ഇതിൻ്റെ ഓർഡർ ഇതാണ്. അറിയേണ്ടത് H2O വരെ വീക്കും H2O മുകളിലുള്ളതിന് സ്ട്രോങ്ങും. ലിഗാൻഡ്സ് ലൈങ് എബവ് H2O ആർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ലൈങ് അപ് ടു H2O ആർ വീക്ക്. ഓർമ്മയുണ്ടോ? നമ്മൾ NH3 ഒക്കെ എടുത്തായിരുന്നല്ലോ, സ്ട്രോങ് ആണ്. സയനോ എടുത്തായിരുന്നു, സ്ട്രോങ് ആണ്. ഇതൊക്കെ വീക്കാണ്. വീക്ക്, സ്ട്രോങ് എന്ന് തിരിക്കുന്നത്. അപ്പോൾ സ്പെക്ട്രോ കെമിക്കൽ സീരീസ് എന്താണ് എക്സാമ്പിൾ. ഇനി ചെറിയൊരു 2 മാർക്കിൻ്റെ ചോദ്യമൊക്കെ ആയിട്ട് ഇതിനകത്ത് വരുന്ന ചെറിയ ചെറിയ ഡിസ്കഷൻസാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് ഡിറ്റർമിൻ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി? ഈ നമ്മൾ പറഞ്ഞ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി എന്താണ്? EGക്കും TTGക്കും ഇടയിലുള്ള ഗ്യാപ്പിൻ്റെ പേരാണ് എന്താ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഡെൽറ്റ. വാട്ട് ഡിറ്റർമിൻസ് or what all factors determine crystal field splitting energy? 3 ഫാക്ടേഴ്സാണ്. ഒന്ന്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ദ മെറ്റൽ. ഏറ്റവും ചുരുക്കി ഓർക്കണം കേട്ടോ, മെറ്റലിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓർത്ത് ചെയ്യുന്നതേ ഉള്ളൂ. ഹയർ ദി ഓക്സിഡേഷൻ നമ്പർ ഗ്രേറ്റർ വിൽ ബി ദ വാല്യൂ. അതായത് ഇപ്പം ഒരേ മെറ്റലിൻ്റെ തന്നെ +2ഉം +4ഉം ഉണ്ടെങ്കിൽ +2 സ്റ്റേറ്റിൽ ഉള്ള സ്പ്ലിറ്റിംഗ് ഗ്യാപ്പിനേക്കാൾ ഹയർ ആയിരിക്കും +4. ഹയർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രേറ്റർ വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ. അപ്പം മെർക്കുറി സിൽവറിനേക്കാളും ഹൈ ആയിരിക്കും കോബാൾട്ടിൻ്റെയും പ്ലാറ്റിനത്തിൻ്റെയും ഒക്കെ. ഹയർ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രേറ്റർ വിൽ ബി ദ വാല്യൂ ഓഫ് ഡെൽറ്റ. കിട്ടിയോ? ഒന്ന് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 2 ജോമെട്രി, കോംപ്ലക്സിൻ്റെ ജോമെട്രി. ജനറലി ഡെൽറ്റ ഒ നമ്മളിപ്പോൾ കണ്ടു. ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് ഈസ് ഫൗണ്ട് ടു ബി മച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ ടി. ടെട്രാഹെഡ്രൽ നമ്മൾ അടുത്ത ക്ലാസ്സിലേ പഠിക്കുകയുള്ളൂ. ടെട്രാഹെഡ്രലിനേക്കാൾ ഒക്ടാഹെഡ്രലായിരിക്കും. അത് ഒരു ജനറൽ നിരീക്ഷണമാണ്. അപ്പോൾ ജോമെട്രി ഡിറ്റർമിൻ. ജോമെട്രി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെ
സ്പ്ലിറ്റിംഗ് ഗ്യാപ്പാണ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സിൻ്റെ സ്പ്ലിറ്റിംഗ് ഗ്യാപ്പിനേക്കാൾ വലുത്. അടുത്തത് നേച്ചർ ഓഫ് ദ ലിഗാൻഡ്സ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് കോസ് ഗ്രേറ്റർ സ്പ്ലിറ്റിംഗ് ദാൻ വീക്ക് ഫീൽഡ് ലിഗാൻഡ്സ്. ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു, സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്, സ്ട്രോങ് ലിഗാൻഡ് ആയിരിക്കും ഡെൽറ്റ ഗ്യാപ്പ്. സ്ട്രോങ് ലിഗാൻഡ് വരുമ്പോൾ ഗ്യാപ്പ് കൂടും, എനർജി കൂടും. വീക്ക് ലിഗാൻഡ് വരുമ്പോൾ എനർജി കുറയും. ഡെൽറ്റ ഈ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി കുറയും. അപ്പം 3 ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി: ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ജോമെട്രി, നേച്ചർ ഓഫ് ദ ലിഗാൻഡ്. ഇനി ഇതിൻ്റെ അകത്തെ ഒരു ലാസ്റ്റ് ആർഗ്യുമെൻറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ നോക്കിക്കേ, എക്സ്പ്ലനേഷൻ ഓഫ് സ്പിൻ ഓഫ് എ കോംപ്ലക്സ്. നമ്മൾ അങ്ങനെ വാലൻസ് ബോണ്ട് തിയറിയുടെ ഒരു പരിമിതിയായിട്ട് പറഞ്ഞായിരുന്നു. വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ച് നമുക്കൊരു കോംപ്ലക്സിൻ്റെ സ്പിൻ കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലേ? എന്നാൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ച് നമുക്ക് ഒരു കോംപ്ലക്സിൻ്റെ സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നോക്കാം, അങ്ങനെ ചോദിക്കാം. എക്സ്പ്ലെയിൻ സ്പിൻ ഓഫ് എ കോംപ്ലക്സ് യൂസിങ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി. അതിന് നമ്മൾ എക്സാമ്പിൾ എടുക്കുക. നിങ്ങൾ ഒരു നോട്ടിൽ എഴുതണം കേട്ടോ. ഇത് നിങ്ങൾ പുസ്തകം വായിച്ച പെട്ടെന്ന് അങ്ങോട്ട് കത്തില്ല. കൺസിഡർ എ കോംപ്ലക്സ് ഇൻ വിച്ച് ദ സെൻട്രൽ മെറ്റൽ അയോൺ ഈസ് ഇൻ ദ D4 കോൺഫിഗറേഷൻ. അതായത് മെറ്റലിൻ്റെ ഔട്ടർ കോൺഫിഗറേഷൻ ഇലക്ട്രോൺസ് ഡിയിൽ 4 ഇലക്ട്രോൺ ഉള്ള ഒരു കോൺഫിഗറേഷനാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ പറയാൻ കാരണം, ഒരു കോംപ്ലക്സിന് D1 ആണെങ്കിൽ പ്രശ്നമില്ല. ഒരു ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് D1 ആണെങ്കിൽ മനസ്സിൽ ഓർക്കണം, നമ്മുടെ ആ ഫിഗർ D1 ആണെങ്കിൽ നമ്മുടെ നിയമം അനുസരിച്ച് എനർജി കുറഞ്ഞിടത്തല്ലേ ഫില്ല് ചെയ്യുള്ളൂ. T2G താഴെ, T2Gയിൽ 1 ഇലക്ട്രോൺ, ഒരു പ്രശ്നവുമില്ല. D2 ആണെങ്കിൽ T2Gയിൽ 2 ഇലക്ട്രോൺ, ഒരു പ്രശ്നവുമില്ല. ഇനി D3 ആണെങ്കിലോ അതും T2G തന്നെയായിരിക്കും, 3 ഇലക്ട്രോൺ അൺപെയർഡ് ആയിട്ട് നിൽക്കും, 3 ഓർബിറ്റിൽ കൂടെ കിടക്കും. D4 വരുമ്പോഴേ പ്രശ്നമുള്ളൂ. D4 വരുമ്പോൾ 4ാമത്തെ ഇലക്ട്രോൺ EGയിലോട്ട് പോകണോ T2Gയിൽ നിൽക്കണോ അത് നിശ്ചയിക്കുന്നത് ഈ ഗ്യാപ്പാണ്, ഡെൽറ്റ ഓയാണ്. പിടികിട്ടിയോ? ആ കാര്യം പിടികിട്ടിയോ? അതാണ് നമ്മൾ D4 എടുക്കാൻ കാരണം. കൺസിഡർ എ കോംപ്ലക്സ് ഇൻ വിച്ച് ദ സെൻട്രൽ മെറ്റൽ അയോൺ ഈസ് ഇൻ ദ D4 കോൺഫിഗറേഷൻ. 2 ഇലക്ട്രോൺ ഡിസ്ട്രിബ്യൂഷൻസ് ആർ പോസിബിൾ. 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് പറ്റും. എങ്ങനെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിലേറ്റീവ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ്. ഈ ഡെൽറ്റ ഓയെ ഡിപ്പെൻഡ് ചെയ്താണ്. ആൻഡ് ദ പെയറിംഗ് എനർജി, ഒന്ന് ഡെൽറ്റ ഓയുടെ ഗ്യാപ്പ്, 2 പെയറിംഗ് എനർജി. പെയറിംഗ് എനർജി എന്ന് പറഞ്ഞാൽ പെയർ ചെയ്യാൻ വേണ്ടി വരുന്ന എനർജി എന്നർത്ഥം. അത് ടെക്നിക്കലാണ്. നമ്മൾക്ക് ഈ ഡെൽറ്റ ഓ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പി എന്ന ടേം നമ്മൾ ഉപയോഗിക്കും. പെയർ ചെയ്യാൻ വേണ്ട എനർജിയാണ് പെയറിംഗ് എനർജി, കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞു വന്നേ? D4 കോൺഫിഗറേഷൻ ഉള്ള ഒരു ഒക്ടാഹെഡ്രൽ ജോമെട്രിയിലെ കോംപ്ലക്സിന് 2 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പോസിബിളാണ്. അത് ഏതാണ് നടക്കുന്നത് എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൽറ്റ ഓയും പിയും. നമുക്ക് നോക്കാം. ഇതാ 2 കണ്ടീഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡിസ്കഷൻ. ഒന്ന്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ, മറ്റൊന്നോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ D4 ആണ്. അത് വീക്ക് ഫീൽഡ് ആണ് ലിഗാൻഡ് എങ്കിൽ ഡെൽറ്റ ഒ എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു വീക്ക് ഫീൽഡ് ആണെങ്കിൽ ഡെൽറ്റ ഒ ചെറുതായിരിക്കും. ഡെൽറ്റ ഒ ഈസ് ലെസ് ദാൻ പി. അതിൻ്റെ അർത്ഥം പെയർ ചെയ്യാൻ കൂടുതൽ എനർജി വേണമെന്നൊക്കെയാണ്. ഫോർ എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ഡെൽറ്റ ഒ ലെസ് ആണ്. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ സെറ്റ് ചെയ്യും. രണ്ടും കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട. ഫോർ എ വീക്ക് ഫീൽഡ് ലിഗാൻഡ് നമുക്കറിയാം ഗ്യാപ്പ് ചെറുതായിരിക്കും. അപ്പോൾ ദ എനർജി ഗ്യാപ്പ് ഈസ് മിനിമം ആൻഡ് ദ 4th ഇലക്ട്രോൺ വിൽ എൻ്റർ ഇൻ ടു ദ EG ഓർബിറ്റൽ വിത്ത് കോൺഫിഗറേഷൻ T2G3 EG1. കിട്ടും. 4 എണ്ണം ഉണ്ട്. വീക്ക് ഫീൽഡ് ആകുമ്പോൾ, ഗ്യാപ്പ് ചെറുതാകുമ്പോൾ 4ാമത്തെ ഇലക്ട്രോണിന് എങ്ങോട്ട് കയറി പോകാം? T2Gയിൽ 3 എണ്ണം ഇട്ടിട്ട് 4ാമത്തെ ഇലക്ട്രോണിന് EG ലെവലിലോട്ട് പോകാം. പിടികിട്ടിയോ? ഇത് പിടികിട്ടണം. അപ്പോൾ ഹാവിങ് മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺ ദ കോംപ്ലക്സ് വിൽ ബി ഹൈ സ്പിൻ. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ കുറേ കോംപ്ലക്സ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞത് വീക്ക് ഫീൽഡ് ആണെങ്കിൽ ഹൈ സ്പിൻ ആയിരിക്കും ഓർത്തിരിക്കാൻ പറഞ്ഞത്. കിട്ടിയോ? വീക്ക് ഫീൽഡ് ആയിരിക്കുമ്പോൾ ഗ്യാപ്പ് ചെറുതായിരിക്കും, 4ാമത്തെ ഇലക്ട്രോൺ EGയിലേക്ക് പോകും. അപ്പോൾ ഇതെല്ലാം 4 ഇലക്ട്രോണും അൺപെയർഡാണ്. കിട്ടിയോ? T2Gയിൽ 3 ഓർബിറ്റലുണ്ട്, ഓരോന്നെ വെച്ച്. EGയിൽ 2 ഉണ്ട്, അതിൽ 1 പറഞ്ഞു. അപ്പോൾ 4 ഇലക്ട്രോണും അൺപെയറായി നിൽക്കുന്നത് കൊണ്ട് ഹാവിങ് മാക്സിമം അൺപെയർഡ് ഇലക്ട്രോൺ ദ കോംപ്ലക്സ് വിൽ ബി ഹൈ സ്പിൻ. അപ്പോൾ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ച് നമുക്ക് ഹൈ സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. എപ്പം? ഫോർ വീക്ക് ഫീൽഡ് ലിഗാൻഡ്. എന്നാലോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണെങ്കിലോ ഡെൽറ്റ ഒയുടെ ഗ്യാപ്പ് വലുതായിരിക്കും. നിങ്ങൾ ഡെൽറ്റ ഒ ഗ്രേറ്റർ ദാൻ പി എം. വിത്ത് ഹൈ എനർജി ഗ്യാപ്പ്
നാലാമത്തെ ഇലക്ട്രോണിന് വിൽ നോട്ട് എൻ്റർ ഇൻ ദ ഇ ജി ലെവലിലോട്ട് കയറാൻ പറ്റില്ല. ആൻഡ് വിൽ പെയർ അപ്പ് ഇൻ ദ T2G ലെവൽ. അപ്പം 3 എണ്ണം അൺപെയർഡ് ആയിട്ട് വരുന്ന നാലാമത്തെ ഇലക്ട്രോൺ എവിടെ തന്നെ വരും? T2G തന്നെ വരും. അപ്പോൾ കോൺഫിഗറേഷൻ അങ്ങനെ വരും T2G for EG0. ദസ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ്സ് ഫോം ലോ സ്പിൻ കോംപ്ലക്സ്. കാര്യം പിടികിട്ടിയോ? പെയറിങ് ആരംഭിക്കുന്നത് കൊണ്ട് അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറയും. അപ്പോൾ കോംപ്ലക്സ് എന്തായിരിക്കും? നമ്മുടെ ഞാൻ പറഞ്ഞു സ്ട്രോങ് ലിഗാൻഡ് കോംപ്ലക്സ് എന്തായിരിക്കും? ലോ സ്പിന്നും വീക്ക് ലിഗാൻഡ് ഹൈ സ്പിൻ കോംപ്ലക്സും തരും. എന്ന് വെച്ചാൽ D4 to D7 കോഓർഡിനേഷൻ എൻറ്റൈറ്റീസ് ആർ മോർ സ്റ്റേബിൾ ഫോർ സ്ട്രോങ് ഫീൽഡ്. സ്പിന്ന് ലോ ആകുന്തോറുമാണ് സ്റ്റെബിലിറ്റി കൂടുന്നത് അല്ലേ? അപ്പോൾ D4 മുതൽ D7 കോഓർഡിനേഷൻ കോമ്പൗണ്ടുകളുടെ കേസിൽ കോഓർഡിനേഷൻ എൻറ്റൈറ്റീസ് ആർ മോർ സ്റ്റേബിൾ ഫോർ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിനാണ് കൂടുതൽ സ്റ്റേബിൾ എന്നത് കമൻ്റാണ്. അത് ഏർപ്പാട്ടിലൊക്കെ എങ്ങാനും ചോദിച്ചാൽ അതിന് കാരണം എന്തായിരിക്കും? സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡിന് ആണെങ്കിൽ വീക്ക് ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും. ലോ സ്പിൻ കോംപ്ലക്സ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. അപ്പോൾ D4 to D7 കോഓർഡിനേഷൻ എൻറ്റൈറ്റീസ്, അതായത് കോഓർഡിനേഷൻ കോമ്പൗണ്ടുകളിൽ സ്റ്റെബിലിറ്റി സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിരിക്കും കൂടുതൽ സ്റ്റേബിൾ. ദീസ് കോൺഫിഗറേഷൻ പ്രിഫർ ലോ സ്പിൻ. അതുകൊണ്ട് അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. കാര്യം പിടികിട്ടിയോ? ചിലപ്പം അതൊരു ചോദ്യമായി ചോദിച്ചാലോ നോക്കണം ഞാൻ എഴുതിയേക്കുന്ന കേട്ടോ. D4 to D7 കോൺഫിഗറേഷനിൽ ലോ സ്പിൻ ആണ് കൂടുതൽ സ്റ്റേബിൾ. കാരണം അത് സ്റ്റേബിൾ ആവാൻ കാരണം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ലെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് കൂടുതൽ സ്റ്റേബിൾ എന്നൊരു ചോദ്യം ചോദിച്ചാൽ കാരണം സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ലോ സ്പിൻ കോംപ്ലക്സ് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ എന്ന് ഓർത്തിരിക്കണം. കാര്യം പിടികിട്ടിയോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതോടുകൂടി ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഇൻ ദ കേസ് ഓഫ് എ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് തീരും. ഞാനത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ബ്രഷ് ത്രൂ ചെയ്യാം. ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്താണ് എന്ന് നമ്മൾ കണ്ടു. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഗ്യാപ്പ് എന്താണ്, സ്പ്ലിറ്റിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഈ ഫീച്ചേഴ്സ് ഇനി പറയേണ്ട ആവശ്യമില്ല. 2 ഒക്ടാഹെഡ്രൽ ഫീൽഡിലെ കേസ് പടം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് 5 d ഓർബിറ്റിലും ലിഗാൻഡ് വരുമ്പോൾ എനർജി കൂടും. പക്ഷേ ഒക്ടാഹെഡ്രൽ ജോമെട്രിയിൽ ലിഗാൻഡ് വരുന്നത് കൂടുതലും ആക്സിസിൻ്റെ അടുത്തോടെ ആയതുകൊണ്ട് ആക്സിസിലുള്ള 2 ഓർബിറ്റലുകൾ EG എന്ന് വിളിക്കുന്ന 2 സ്ക്വയേർഡ് ഓർബിറ്റൽ എനർജി കൂടുകയും നോൺ സ്ക്വയേർഡായ ആക്സിസിന് ഇടയിൽ കിടക്കുന്ന 3 ഓർബിറ്റലുകളെ T2G എന്ന് വിളിക്കുന്ന ആ 3 എണ്ണത്തിൻ്റെ എനർജി കുറയുകയും ചെയ്യും. ഈ എനർജി ഗ്യാപ്പിൻ്റെ പേരാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജി ഇൻ ആൻ ഒക്ടാഹെഡ്രൽ ഫീൽഡ്. ലെറ്റാവും 355ഉം 255 ഒക്കെ കാര്യം പിടികിട്ടി, നോട്ടിലേക്ക് തന്നോളാം. ഇനി എന്താണ് സ്പെക്ട്രോ കെമിക്കൽ സീരീസ്? ലിഗാൻഡുകളുടെ ഒരു കോംപ്ലക്സിനടുത്തോട്ട് വരുമ്പോൾ അതുണ്ടാക്കുന്ന ക്രിസ്റ്റൽ ഫീൽഡ് എനർജിയുടെ ഗ്യാപ്പ് അനുസരിച്ച് സ്ട്രോങ് എന്നും വീക്ക് എന്നും തിരിച്ചിട്ടുണ്ട്. അതിൽ H2O വരെയുള്ള ഈ സീരീസിൽ H2O വരെയുള്ള ലിഗാൻഡിൻ്റെ സ്ട്രെങ്തിൻ്റെ ഓർഡറിലുള്ളൊരു സീരീസാണിത്. H2O വരെയുള്ള ലിഗാൻഡ് വീക്കും H2Oയ്ക്ക് മുകളിലേക്കുള്ളവർ സ്ട്രോങ് ആണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജിയെ നിശ്ചയിക്കുന്ന പ്രധാന 3 ഘടകങ്ങൾ: ഹയർ ദ ഓക്സിഡേഷൻ നമ്പർ ഗ്രേറ്റർ വിൽ ബി ദ ഗ്യാപ്പ്. ഒക്ടാഹെഡ്രൽ ജോമെട്രിയുടെ ഗ്യാപ്പാണ് ടെട്രാഹെഡ്രലിനേക്കാൾ ഹൈ. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് വീക്ക് ഫീൽഡ് ലിഗാൻഡിനേക്കാൾ ഗ്രേറ്റർ ഗ്യാപ്പ് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? സ്പിൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ ഉദാഹരണം എടുത്തു. D1 D2 D3യിൽ പ്രശ്നമില്ല. D4 ആകുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ട്. വീക്കാണ് ലിഗാൻഡെങ്കിൽ എനർജി ഗ്യാപ്പ് കുറവായിരിക്കും. അപ്പം 4ാമത്തെ ഇലക്ട്രോണിന് മുകളിലോട്ട് കയറി പോകാം. മാക്സിമം ഇലക്ട്രോൺ അൺപെയർഡ് ആയിരിക്കും. അപ്പോൾ വീക്ക് ലിഗാൻഡുകളുടെ സ്പിന്ന് ഹൈ സ്പിന്നായിരിക്കും. സ്ട്രോങ് ആണെങ്കിൽ ഗ്യാപ്പ് വലുതാണ്, 4ാമത്തെ ഇലക്ട്രോണിന് മുകളിലോട്ട് ചാടി കയറാൻ പറ്റിയില്ല. അപ്പോൾ പെയറിങ് ആരംഭിക്കും. ഈ പെയറിങ് ആരംഭിക്കുന്നതുകൊണ്ട് അൺപെയർഡ് ഇലക്ട്രോണിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ വീക്ക് സ്ട്രോങ് ലിഗാൻഡുകൾ ലോ സ്പിൻ കോംപ്ലക്സ് തരുള്ളൂ. ലോ സ്പിന്നാണ് കോംപ്ലക്സിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നത്. അല്ലെങ്കിൽ D4 മുതൽ D7 വരെയുള്ള കോർഡിനേഷൻ കോമ്പൗണ്ടുകൾ സ്ട്രോങ് ഫീൽഡാണ് പ്രിഫർ ചെയ്യുന്നത് എന്ന് ചോദിക്കാം. കാരണം എന്നാലേ കോമ്പൗണ്ടുകൾ എന്ത് തരുള്ളൂ? ലോ സ്പിൻ കോമ്പൗണ്ടുകൾ തരുള്ളൂ. ലോ സ്പിൻ ആയാലേ കോമ്പൗണ്ട് എന്താവുള്ളൂ? സ്റ്റേബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായി സ്പിന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി. നിങ്ങൾ നന്നായി ഈ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി പഠിക്കണം. ഇഷ്ടംപോലെ നിങ്ങളോട് ചോദിക്കും കൂടെ അധികമില്ല. എന്താണ് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയുടെ ഫീച്ചേഴ്സോ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഒക്ടാഹെഡ്രൽ ഫീൽഡിൽ വരയ്ക്കാൻ ചോദിക്കാം. ഇല്ലെങ്കിൽ സ്പിന്നോ അല്ലെങ്കിൽ ഈ സ്പെക്ട്രോ കെമിക്കൽ സീരീസോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ
ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ടെട്രാഹെഡ്രൽ ജോമെട്രി കാണാം. പിന്നെ ഒരു 1-2 കാര്യങ്ങളും കൂടി ഉള്ളൂ. 2 സെഗ്മെൻറ്റോട് കൂടി ക്ലാസ് തീരും. നന്നായി പഠിക്കണം കേട്ടോ. എല്ലാവർക്കും ബൈ.